ഊഷ്മളമായ സൂര്യൻ മാമ്പഴങ്ങളെ ചുംബിക്കുകയും കാറ്റമുല്ലപ്പൂവിന്റെ സുഗന്ധം വഹിക്കുകയും ചെയ്ത സന്തോഷകരമായ ഗ്രാമമായ രാമപുരത്ത് രാമു എന്ന മിടുക്കനും തമാശക്കാരനുമായ ഒരു ആൺകുട്ടി ജീവിച്ചിരുന്നു. ചെറുപ്പമായിരുന്നെങ്കിലും തന്റെ ധൃതബുദ്ധിക്കും സമർത്ഥമായ ആശയങ്ങൾക്കും ഗ്രാമത്തിൽ പ്രശസ്തനായിരുന്നു രാമു. മുതിർന്നവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അദ്ദേഹം പലപ്പോഴും പരിഹരിച്ചു. ഒരു വേനൽക്കാല ഉച്ചതിരിഞ്ഞ് രാമു ആൽമരത്തിന് സമീപം കളിക്കുമ്പോൾ ഒരു കൂട്ടം ഗ്രാമീണർ പിറുപിറുക്കുന്നത് അദ്ദേഹം കേട്ടു. നിങ്ങൾ വ്യാപാരിയുടെ തത്തയെ കണ്ടോ? ഒരു വൃദ്ധ സ്ത്രീ മന്ത്രിച്ചു. അതെ, അത് കേൾക്കുന്നതെന്തും ആവർത്തിക്കുന്നു. എന്നാൽ എന്തോ കുഴപ്പമുണ്ട്, മറ്റൊരാൾ മറുപടി നൽകി. രാമുവിന്റെ ചെവികൾ വിറച്ചു. സംസാരിക്കുന്ന തത്തയാണോ? അത് രസകരമായി തോന്നുന്നു, അയാൾ തല ചൊറിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ രാമു അന്വേഷിക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ രാമു നിശബ്ദമായി വ്യാപാരിയുടെ കട സന്ദർശിച്ചു. അത്യാഗ്രഹമുള്ള കണ്ണുകളും തന്ത്രപ്രധാനമായ പുഞ്ചിരിയുമുള്ള ഒരു വ്യാപാരി കൗണ്ടറിന് പിന്നിൽ നിന്നു. തിളങ്ങുന്ന പച്ച തൂവലുകളുള്ള വർണ്ണാഭമായ പക്ഷിയായ തന്റെ തത്ത സമീപത്തായിരുന്നു. പഴങ്ങളുടെയും ധാന്യങ്ങളുടെയും കൊട്ടകളെ പ്രശംസിക്കുന്നതായി നടിച്ച് രാമു ഒരു മൂലയിൽ നിന്നു. എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ തത്തയെ നിരീക്ഷിക്കുകയായിരുന്നു. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തത്ത ആവർത്തിച്ചു, നിധി സുരക്ഷിതമാണ്. അത് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. നിധി സുരക്ഷിതമാണ്. ആരും അത് കണ്ടെത്തുകയില്ല. രാമന്റെ കണ്ണുകൾ വിറച്ചു. നിധി? എന്ത് നിധി? അയാൾ ആശ്ചര്യപ്പെട്ടു. താമസിയാതെ അയാൾ സത്യം മനസ്സിലാക്കി. വ്യാപാരി മോഷ്ടിച്ച സ്വർണം ഗ്രാമവാസികളിൽ നിന്ന് ഒളിപ്പിച്ചുവെക്കുകയും കാര്യങ്ങൾ നിരീക്ഷിക്കാൻ തത്തയെ ഉപയോഗിക്കുകയും ചെയ്തു. ആഹ്, ഞാൻ കാണുന്നു. അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായി, രാമു മന്ദഹാസത്തോടെ ചിന്തിച്ചു. പിറ്റേന്ന് രാമുവിന് ഒരു നല്ല ആശയം വന്നു. രാവിലെ ഗ്രാമവാസികൾ ഒത്തുകൂടിയ കടയ്ക്ക് സമീപം അദ്ദേഹം ഉറക്കെ സംസാരിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. നിധികൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് തനിക്കറിയാമെന്ന് തത്ത എന്നോട് പറഞ്ഞു. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നെടുവീർപ്പിട്ടു. എന്താ? തതയ്ക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്താനാകുമോ? ഒരു വൃദ്ധൻ ചോദിച്ചു. അതെ, അത് വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ മോഷ്ടിച്ച സ്വർണം എവിടെയാണെന്ന് അത് നമ്മോട് പറഞ്ഞേക്കാം. ദുരുദ്ദേശ്യത്തോടെയുള്ള ഒരു പുഞ്ചിരി പ്രകാശിപ്പിച്ചുകൊണ്ട് രാമു കൂട്ടിച്ചേർത്തു. ഉള്ളിൽ നിന്ന് കേൾക്കുന്ന വ്യാപാരിക്ക് മങ്ങിയ നിറമായി. അവന്റെ കൈകൾ വിറച്ചു, മുഖം ചുവന്നു. ഞാൻ സ്വർണം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ഗ്രാമവാസികൾ കണ്ടെത്തിയാൽ ഞാൻ നശിച്ചുപോകും, അയാൾ വിചാരിച്ചു. രാമുവിന്റെ പദ്ധതി നന്നായി പ്രവർത്തിച്ചു. ആ രാത്രി റിസ്ക് താങ്ങാൻ കഴിയാതെ അത്യാഗ്രഹിയായ വ്യാപാരി മോഷ്ടിച്ച സ്വർണം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ അത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചുവെച്ചാൽ ആരും അത് കണ്ടെത്തുകയില്ല, അയാൾ സ്വയം പിറുപിറുത്തു. സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഒരു ഭാരമേറിയ ചാക്കുമായി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഇടതൂർന്ന വനത്തിലേക്ക് നടക്കുമ്പോൾ ചന്ദ്രപ്രകാശം അദ്ദേഹത്തെ നയിച്ചു. എന്നാൽ ഒരു മരത്തിനടിയിൽ സ്വർണം കുഴിച്ചിടാനൊരുങ്ങുമ്പോൾ ഗ്രാമത്തലവനും കാവൽക്കാരും പിന്തുടർന്ന് ഒരു മുൾപടർപ്പിന് പിന്നിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് രാമു നിലവിളിച്ചു. മനസ്സിലായി. ഞെട്ടലോടെ മരവിച്ച ആ വ്യാപാരിയുടെ മുഖം മങ്ങിയിരുന്നു. ഇതെന്താണ് വ്യാപാരി? തലവൻ കഠിനമായി ചോദിച്ചു. നിങ്ങൾ മോഷ്ടിച്ച സ്വർണം ഗ്രാമവാസികളിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ? വ്യാപാരിയുടെ കയ്യിൽ വാക്കുകളുണ്ടായിരുന്നില്ല. അയാളുടെ രഹസ്യം പുറത്തുവന്നു. പിറ്റേന്ന് രാവിലെ മോഷ്ടിച്ച സ്വർണം ഗ്രാമവാസികൾക്ക് തിരികെ നൽകുകയും വ്യാപാരി അത്യാഗ്രഹത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. രാമുവിന്റെ ബുദ്ധിപരമായ പദ്ധതിയിൽ മതിപ്പുളവാക്കിയ ഗ്രാമത്തലവൻ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. രാമു, മൂർച്ചയുള്ള മനസ്സിന് ആഴത്തിലുള്ള രഹസ്യങ്ങൾ പോലും വെളിപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചു. തങ്ങളുടെ നിധി സംരക്ഷിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാമവാസികൾ രാമുവിനെ പ്രശംസിച്ചു. അത്യാഗ്രഹം എല്ലായ്പ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. തുന്നൽ സന്തോഷത്തോടെ അടുത്തുവന്നപ്പോൾ ഒരു പുഞ്ചിരിയോടെ രാമു പറഞ്ഞു. ധാർമ്മിക ഏറ്റവും ബുദ്ധിപരമായ തന്ത്രങ്ങൾക്ക് പോലും സത്യം എന്നേക്കുമായി മറച്ചുവെക്കാൻ